ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി അല്ല, ഇന്ന് നമ്മളൊരു ചെറിയ വ്ലോഗാണ് ചെയ്യുന്നത്, ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്, അല്ലേ അമ്മേ? അതെ. നമ്മൾ എങ്ങോട്ടാ പോന്നേ? ലുലുലോട്ടല്ലേ പോന്നെ? ഓക്കെ, ആദ്യം ഞങ്ങള് ലുലുലോട്ടാണ് പോകുന്നത്. ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറെ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേ. കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അമ്മയുടെ സാരിയൊക്കെ റെപ്പിറ്റീഷൻ ആണല്ലോ, പുതിയ പുതിയ സാരികൾ ഇതാക്കാത്ത എന്താന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്കിന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു കോട്ടൺ സാരി ഷോപ്പിംഗ് കൂടെ നടത്താവുന്നല്ലേ. അപ്പം അങ്ങനെ ഞങ്ങള് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അതാണ് ഇന്നത്തെ വ്ലോഗ്. അങ്ങനെ നമ്മള് ലുലു എത്തിയിരിക്കും. അപ്പൊ നമ്മളിതാ ലുലുവിനകത്തോട്ട് ആദ്യം കയറാം. അപ്പോൾ ഞങ്ങളിതാ ലുലുവിനകത്തേക്ക് കയറാൻ പോവാണ്. സാധാരണ നമ്മൾ സൺഡേസ് കാണുന്ന അത്രയും തിരക്കൊന്നും അന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. കുഞ്ഞിനെ അപ്പോൾ ഫൺട്യൂറിയൽ ആക്കിയിട്ടായിരിക്കും ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നത്. കുഞ്ഞു വെളുത്തുള്ളി അല്ലേ? ചെറുതാണ്. തക്കാളി ഉള്ളോ? കുറച്ചുകൂടെ വലുതാന്ന് തോന്നുന്നു. വേണ്ട. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മ നമ്മുടെ ടോട്ടിയ റാപ്സ് കണ്ടത്. അപ്പോൾ നമ്മൾ ഷവർമയൊക്കെ എടുക്കുന്ന മാതിരി ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അമ്മ ചോദിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കോക്കനട്ട് പേസ്റ്റ് കണ്ടു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കോക്കനട്ട് പേസ്റ്റ് കാണുന്നത്. അത് വറുത്തരച്ചിട്ടുള്ളതും ഉണ്ട്, അല്ലാതെ ഉള്ളതും ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും റെസിപ്പിക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് സാധനങ്ങളുണ്ടോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആ റൈസ് പേപ്പേഴ്സ് കണ്ടത്. നമ്മൾ റോളാക്കിയിട്ട് എടുക്കുന്ന ടൈപ്പ്. ഇത് കൂടുതലും ഈ തായ് കുക്കിങ്ങിനകത്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് കുഞ്ഞിനെ ഫൺട്യൂറയ്ക്കകത്ത് സോഫ്റ്റ് പ്ലേയിൽ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു നമുക്കിതുപോലെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് പോകാൻ സേഫാണ്. ഒരു 1 hour 2 hours അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഇറങ്ങുകയാണ്. ഷൂസ് ഇട്ടിട്ടോ? അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഫുഡും കൂടെ കഴിച്ചിട്ട് സാരിയൊക്കെ എടുക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പിസ്സ ഹട്ടിൽ കയറി. ചെറിയ രീതിയിലൊരു ഷോപ്പിൽ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചല്ലേ. അപ്പം നമ്മൾ പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. ആർക്കും അങ്ങനെ വേറെ റൈസ് ഐറ്റമൊന്നും കഴിക്കാൻ തൽക്കാലം താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പിസ്സ കഴിക്കാം. അമ്മേ, പിസ്സ എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ഞു, പിസ്സ എങ്ങനെ ഉണ്ടായിരുന്നു? പിസ്സ ഇഷ്ടപ്പെട്ടോ? സ്പൈസി ആയിരുന്നോ? അല്ല, ചീസി ആയിരുന്നോ? ഇങ്ങോട്ട് നോക്കി പറ. പിള്ളേരാകുമ്പോൾ അവർക്ക് പിന്നെ എത്ര കളിച്ചാലും മതിയാകത്തില്ലല്ലോ. അപ്പം അങ്ങനെ അടുത്തതാ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ എപ്പോൾ ചെയ്താലും ഇത് കിട്ടാറില്ല, ടോയ് അവന് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഒരു ചോക്ലേറ്റ് എന്തോ ഒരെണ്ണം മാത്രം കിട്ടി. അങ്ങനെ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടൻ ഒരെണ്ണം എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. യൂഷ്വലി കിട്ടാറില്ല, പക്ഷേ അന്ന് ഞങ്ങൾക്കിത് കിട്ടി. കറക്റ്റ് അവൻ പറഞ്ഞ സാധനം തന്നെ കിട്ടി. പക്ഷേ ഇത് ശരിക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർ നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴും നമുക്കും ഒരു ഫണ്ണാണ്. അപ്പോൾ അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ കുഞ്ഞു അവിടെ നിന്ന് അതും എടുത്തുകൊണ്ട് ഇനി അടുത്ത ഓരോന്നിലേക്കും കയറണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ടൈം കുറച്ചേ ഉള്ളതുകൊണ്ട് ജസ്റ്റ് 1 or 2 സാധനത്തിൽ മാത്രം കൊണ്ടുവന്ന് കയറ്റി കളിപ്പിച്ച് വെച്ച് തിരിച്ച് പോകാം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വേണേലും ഇതൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ലുലുവിൽ ഇറങ്ങി അടുത്ത് നമ്മൾ രാമചന്ദ്രനിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ നല്ല തിരക്കായിരുന്നു അവിടെ, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അമ്മ എങ്ങനത്തെ സാരിയാണ്? കോട്ടൺ സാരി അല്ലേ നോക്കുന്നത്? ഇതൊക്കെ വളരെ റേറ്റ് കുറവായിട്ടുള്ള സാരികളാണ്. ഇതൊക്കെ വീട്ടിലുടുക്കാനായിട്ട് അമ്മ സാരി നോക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ നോക്കുന്നത്. ഇതൊന്ന് വാഷ് ചെയ്തൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉടുക്കാനായിട്ടും. അപ്പോൾ ഇത് പല കളേഴ്സിൽ ഒത്തിരി കളേഴ്സിൽ അവിടെ അവൈലബിൾ ആണ്. നല്ല റേറ്റ് കുറവാണ്, ഒരു 200 സംതിങ് ഒക്കെ വരുന്നുള്ളൂ.
അതമ്മ യൂഷ്വലി ഉടുക്കുന്ന സാരിയുടെ ഒരു സെയിം റേറ്റ് അല്ലേ ഇന്ന്? ഏതാകുമ്പോൾ അത് കൊള്ളാം. ഇതിനകത്ത് വീട്ടിലിടാനായിട്ട് ഏതെങ്കിലും അല്ല സെയിം റേറ്റ് തന്നെ. നോക്കട്ടെ. അത് കൊള്ളാം. അപ്പം പിന്നെ അതെടുത്താൽ മതി. അത് കൊള്ളാം, അത് രണ്ടും കൊള്ളാം. ഓറഞ്ചും കൊള്ളാം, അതും കൊള്ളാം. അത് രണ്ടെണ്ണം മതിയോ വീട്ടിലെടുക്കാൻ? എന്തിയമ്മേ വെച്ച് നോക്കി. കൊള്ളാം, പക്ഷെ അമ്മയുടെ സ്ഥിരം പച്ച തന്നെ. കുറച്ച് സോഫ്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ? അതുണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ആ പിങ്ക് നോക്കി. പിങ്ക് അല്ലാണ്ട് ഇത് ആ ഒനിയൻ കളർ നല്ല രസമാണ്. ഈ ഒരു ലൈറ്റ് അടിച്ചിട്ട് ഇതിൽ കാണാൻ വേറൊരു കളർ, പക്ഷെ നൈസ്, നല്ല രസമുണ്ടല്ലേ? ആ നല്ല സാരി 520 അല്ലേ ഉള്ളൂ. അതിൻ്റെ മുന്താണി എന്താ? ഫുൾ ബോഡി എന്തോ ആയിരുന്നു? സാരി കൊള്ളാം. ഇതിൽ നോക്കാം വേറൊരു കളർ, പക്ഷെ നല്ല ഗ്രീൻ അല്ലേ? ഒരു ബോട്ടിൽ ഗ്രീൻ. ജൂട്ടല്ലേ അത്? ചിരിച്ച് ചിരിച്ച് അങ്ങനെ അമ്മ കുറച്ച് സാരിയൊക്കെ വാങ്ങി ഞങ്ങളതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല തിരക്കായിരുന്നു. ലിഫ്റ്റിലൊന്നും കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ സ്റ്റെയർ വഴി ഇറങ്ങുമായിരുന്നു. അപ്പോൾ അമ്മ സാരിയൊക്കെ എടുത്ത സാരിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. വീട്ടിലെടുക്കുന്നതും അല്ലാതെയും 2 സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.